അഡോബിൻ്റെ അതിപ്രശസ്തമായ ഒരു കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് അഡോബ് ആഫ്റ്റർ എഫക്ട്സ്. ഇത് ഉപയോഗിച്ച് ടി വി, ഫിലിം തുടങ്ങിയ മീഡിയങ്ങളിൽ കോമ്പോസിറ്റിങ്ങും സ്പെഷ്യൽ എഫക്ട്സും ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അഡോബിൻ്റെ മറ്റ് സോഫ്റ്റ്വെയർസായ ഫോട്ടോഷോപ്പ്, ഇലിസ്ട്രേറ്റർ തുടങ്ങിയവയിൽ നിന്നും നമുക്ക് ഫയലുകൾ അനായാസം വലിക്കുവാനും അവയിൽ വർക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് AVI, ക്വിക്ക് ടൈമോ തുടങ്ങിയ ഫോർമാറ്റുകളിൽ എടുക്കാനും അഡോബ് ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് പറ്റും. അഡോബിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഇനി ഒന്ന് പരിചയപ്പെടാം. അഡോബ് ആഫ്റ്റർ എഫക്ട്സ് എന്ന സോഫ്റ്റ്വെയർ തുറന്നാൽ നമ്മൾ കാണുന്ന വിൻഡോസ് ഇവയെല്ലാമാണ്: പ്രോജക്റ്റ് വിൻഡോ, ടൂള്, ഇൻഫോ പാലറ്റ്, ഓഡിയോ, ടൈം കൺട്രോൾ, എഫക്ട്സ് കൺട്രോൾ എല്ലാം. ഇതിൽ പ്രോജക്റ്റ് വിൻഡോയിലെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഫയൽസുകൾ, അതായത് ഫോട്ടോഷോപ്പ് ഫയലുകൾ, BMP ഫയലുകൾ, സൗണ്ട് ഫയലുകൾ, മൂവി ഫയലുകൾ ഇവയെല്ലാം തന്നെ കോമ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് പ്രോജക്റ്റ് വിൻഡോ. ഇത് ടൂളുകളാണ്. അഡോബ് ആഫ്റ്റർ എഫക്ട്സിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ടൂളും തന്നെ ഇതിനകത്തുണ്ട്. ഇത് ഇൻഫോ പാലറ്റ്, നമ്മുടെ കളറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇൻഫോ പാലറ്റ് കിട്ടും. സൗണ്ടിൻ്റെ കൺട്രോളുകൾ ഇവിടെ കാണുന്നത്. ഇത് ടൈം കൺട്രോൾ, അതായത് നമുക്ക് പ്ലേ ചെയ്യുകയോ റീവെൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ടൈം കൺട്രോളാണ്. പിന്നെ എഫക്ട്സുകൾ, അഡോബ് ആഫ്റ്റർ എഫക്ട്സിനകത്തുള്ള എല്ലാ എഫക്ട്സുകളും ഇതിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ നമുക്ക് കോമ്പോസിറ്റിങ്ങിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പുതിയ കോമ്പോസിഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ കോമ്പോസിഷൻ ഉണ്ടാക്കുവാനായി മെനുവിൽ കോമ്പോസിഷൻ, ന്യൂ കോമ്പോസിഷൻ എന്ന് കൊടുക്കുക. അതിനുശേഷം അവിടെ കോമ്പോസിഷൻ്റെ പേര് നമുക്ക് കൊടുക്കാം. അതിനുശേഷം പ്രീസെറ്റുകൾ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ മൂവിയുടെ സൈസ് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും പ്രീസെറ്റുകൾ അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ കൂടെ ഡീഫോൾട്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വേറൊരു സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൈസ് എൻ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ചോദിക്കുന്നത് ഫ്രെയിം റേറ്റ്, അതായത് ഒരു സെക്കൻഡിൽ അഡോബ് ആഫ്റ്റർ എഫക്ട്സ് എത്ര ഫ്രെയിംസ് വെച്ച് പ്ലേ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇത് ഞാനിവിടെ 25 ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ റെസൊല്യൂഷൻ, ഫുൾ റെസൊല്യൂഷനിലാണ് പ്ലേ ബാക്ക് കാണേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ടൈം കോഡ്, സ്റ്റാർട്ട് ടൈം കോഡ് 00 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്യൂറേഷൻ 10 സെക്കൻഡ്സ് എന്നാണ് ഞാനിവിടെ ഒരു 320/40 ഉള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞ മൂവി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ പുതിയ 2 വിൻഡോകൾ കൂടി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞ കോമ്പോസിഷൻ വിൻഡോ. അതിന് ടൈം ലൈനാണ് ഈ താഴെ കാണുന്നത്. ഈ ടൈം ലൈൻ വിൻഡോ നമുക്ക് ഒന്ന് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഇതാണ് ടൈം കോഡ്. നമുക്ക് ഏത് ടൈമിലാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്ലേ ഹെഡ്. ഇത് നമുക്ക് പ്ലേ ഹെഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഫ്രെയിമിലാണ് ആ ഹെഡ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ടൈം കോഡിൻ്റെ സ്ഥലം. ഈ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത് എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഇത് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കൊടുക്കുന്നത് 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ 25 ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണുന്നത്. നമ്മളിനി ഇമ്പോർട്ട് ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്ന എല്ലാ ഫയൽസുകളും കാണാവുന്ന സ്ഥലമാണ് കോമ്പോസിഷൻ വിൻഡോ. അതാണ് നമ്മൾ ഉണ്ടാക്കിയ കോമ്പോസിഷനായ ടെസ്റ്റ് പോലും അതിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്കിനി പുതിയൊരു ഫയൽസ് നമുക്ക് ഇതിനുള്ളിലെടുത്ത് വർക്ക് ചെയ്യണം. അതിനായി നമുക്ക് പുറത്തുനിന്ന് ഫയലുകളെ വിളിക്കാവുന്നതാണ്. അതിനായി ആദ്യമായി ചെയ്യേണ്ടത് ഫയലിൽ പോയിട്ട് ഇമ്പോർട്ടിൽ പോവുക, ഫയൽ ഇങ്ങനെ കൊടുക്കാം. അതല്ലാതെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടും ഫയൽ, ഇമ്പോർട്ട് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. ഞാനിവിടെ ബഗ്സ് ലിസാർഡ് ലോഗോ എന്ന് പറഞ്ഞ ഈ 3 ഫയലുകൾ ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ ബഗ്സ് എന്ന് പറഞ്ഞ ഫയൽ വലിച്ച് ഡ്രാഗ് ചെയ്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ടൈം ലൈനിനുള്ളിൽ ഇട്ടു. ഇത് ഒരു സിംഗിൾ ഫ്രെയിം ഫയലാണ്. അതുകൊണ്ട് ഇത് കോമ്പോസിഷൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നീണ്ടു കിടക്കും. നമുക്ക് അതായത് 1ാമത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ 10ാമത്തെ സെക്കൻഡിലുള്ള ഫ്രെയിം വരെ ഈ കോമ്പോസിഷൻ നീണ്ടു കിടക്കും. നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചത് കട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മോണിറ്ററിൽ നമുക്ക് ഈ ഫയൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തൊക്കെ നോക്കാവുന്നതുമാണ്. നമുക്കിപ്പോൾ 1 മുതൽ 10 വരെയുള്ള ഫ്രെയിം നമുക്ക് ആവശ്യമില്ല. 1 മുതൽ 5 വരെ മാത്രം നമുക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എൻഡിലുള്ള ഈ പോയിന്റിൽ പിടിച്ചിട്ട് 5ാമത്തെ ഫ്രെയിമിലേക്ക് അത് കട്ട് ചെയ്ത് നിർത്താം. അതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ നിന്നും ആവശ്യമില്ല, 1ാമത്തെ സെക്കൻഡ് തൊട്ട് മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നിന്നും ഫ്രെയിം വലിച്ച് ഇവിടത്തേക്ക് കൊണ്ട് വിടാവുന്നതാണ്. നമുക്ക് പ്ലേ ഹെഡ് 0ൽ കൊണ്ട് വെച്ച ശേഷം നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ 1ാമത്തെ ഫ്രെയിമിൽ മാത്രം അത് വരികയും അതിനുശേഷം 5ാമത്തെ ഫ്രെയിം വരെ പ്ലേ ചെയ്ത ശേഷം വീണ്ടും കട്ടാവുകയും ചെയ്യും. ഈ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒരു ലൈറ്റ് കളറിൽ അത് തനിയെ മാറിക്കിടക്കും. ടൈം ലൈനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ലൈൻ സൂം ചെയ്ത് നോക്കാവുന്നതാണ്. അതിനായി പ്ലേ ഹെഡ് കൊണ്ട് വെച്ച ശേഷം നമുക്ക് ടൈം ലൈൻ കീപാഡിലെ പ്ലസ് എന്ന ചിഹ്നത്തിൽ അമർത്തുക. നമ്പർ കീപാഡിലെ അല്ല, മെയിൻ കീബോർഡിലെ പ്ലസ് എന്ന ചിഹ്നത്തിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ടൈം ലൈൻ സൂം ചെയ്ത് നോക്കാം. അതിനുശേഷം ഇവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂമായ സ്റ്റേജിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് പ്ലേ ഹെഡ് കൊണ്ടുവച്ച ശേഷം കറക്റ്റായിട്ടുള്ള ഫ്രെയിമിലാണോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൂം ലെവലിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇവിടെ പിടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിച്ചു കഴിഞ്ഞാൽ പഴയ സൂം ലെവലിലേക്ക് അത് തിരിച്ചു പോവുകയും ചെയ്യുന്നത്. നമുക്കിനി 2ാമത് ഒരു ലെയർ എങ്ങനെ കൊണ്ടിടാമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഞാൻ പഴയ ലെയർ 1 മുതൽ 10 വരെ തന്നെ ഇടുന്നു. അതിനുശേഷം ബഗ് എന്ന് പറയുന്ന 2ാം
ആദ്യത്തെ ലെയറിന് മുകളിലായി ലിസാർഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ലെയർ ഞാൻ കൊണ്ടിടുകയാണ്. ലിസാർഡ് എന്ന് പറഞ്ഞ ഫയൽ ഞാൻ നേരത്തെ തന്നെ ആൽഫ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൽഫ ചാനൽ ഫോട്ടോഷോപ്പിൽ നിന്നും ആൽഫ ചാനൽ ആഡ് ചെയ്ത ശേഷമാണ് ഞാൻ ഫയൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ലിസാർഡ് എന്ന് പറഞ്ഞ PNG ഫയൽ ബഗ് എന്ന ഫയലിൻ്റെ മുകളിലായി ഞാൻ ഇട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ലിസാർഡ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ ഇടയിൽ കൂടി, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് കൂടി ബഗ് എന്ന് പറയുന്ന ബാക്കിൽ കിടക്കുന്ന ഫ്രെയിം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഈ ലിസാർഡ് എന്ന് പറഞ്ഞ ഫയൽ ഇതിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് ലിസാർഡ് എന്ന് പറയുന്ന ഈ മുകളിലിട്ട ഫ്രെയിം നമുക്ക് ബഗ് എന്ന് പറഞ്ഞ ഫ്രെയിമിൻ്റെ മുകളിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതായിട്ടുള്ള ഒരു ആനിമേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ നേരത്തെ ഇട്ട പോലെ ലിസാർഡിൻ്റെ ഫ്രെയിം മുകളിലിട്ടിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഫ്രെയിമിൽ ഞാനിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ട്രയാങ്കിൾ തുറക്കുക. അപ്പോൾ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാണും. അതിനുള്ളിൽ 5 പ്രോപ്പർട്ടീസ് കാണാവുന്നതാണ്. ആങ്കർ പോയിന്റ്, പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷൻ, ഒപ്പാസിറ്റി. ഇവയുടെ എല്ലാം തന്നെ വാല്യൂസും കാണാവുന്നതാണ്. ഇതെല്ലാം തന്നെ ലിസാർഡ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. ഈ ലിസാർഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ലെയർ ടെമ്പററി ഹൈഡ് ചെയ്യാനായി ഇവിടെ ഫോട്ടോഷോപ്പിൽ ഉള്ളതുപോലെ തന്നെ ഒരു കണ്ണിൻ്റെ ഐക്കണുണ്ട്. നമുക്ക് വേണമെന്നെങ്കിൽ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. നമുക്കിപ്പോൾ പൊസിഷൻ ആണ് ആനിമേറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ലിസാർഡ് എന്ന് പറഞ്ഞ ഫയലിനെ നമുക്ക് ഈ എൻഡിലുള്ള വേറൊരു പൊസിഷനിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം. അതിനായി ഞാൻ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ട് വെച്ചു. അതിനുശേഷം ഒരു പൊസിഷൻ കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഒരു പൊസിഷൻ കീ ഫ്രെയിം ആഡ് ചെയ്യാനായി ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ആഡ് ആയിരിക്കുകയാണ്. നമുക്കിനി ഒരു 3-ാമത്തെ സെക്കൻഡിൽ അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനായി ഒന്നുകിൽ ഈ ലിസാർഡ് എന്ന ഫ്രെയിമിനെ അങ്ങോട്ട് വലിച്ച് നീട്ടുകയോ നീക്കി നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കുകയോ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മാനുവലി എത്ര വാല്യൂ ആണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കയറ്റുകയോ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 കീ ഫ്രെയിമുകൾ കാണാം. ആദ്യത്തെ കീ ഫ്രെയിം ഹെഡ് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് ആദ്യത്തെ കീ ഫ്രെയിമിൽ ലിസാർഡ് ഈ സൈഡിലിരിക്കുന്നത്, ശേഷം 2-ാമത്തെ കീ ഫ്രെയിമിൽ ലിസാർഡിനെ നമുക്ക് ആ അറ്റത്തേക്ക് മാറ്റുകയും ചെയ്തു. ഞാൻ ഹെഡ് ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ച ശേഷം നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലിസാർഡ് എന്ന് പറഞ്ഞ ഫയൽ ആദ്യത്തെ ഫ്രെയിമിന് മുകളിൽ കൂടി പതുക്കെ മൂവ് ചെയ്ത് പോകുന്ന ഒരു ആനിമേഷനാണ് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് പ്രോപ്പർട്ടികളും ആനിമേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോൾ ലിസാർഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് വലുതാവണം അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കീ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ഫ്രെയിമിലാണോ അത് വലുതായിട്ടിരിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് എത്ര വാല്യൂ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കിവിടെ ലിസാർഡ് എന്ന ഫ്രെയിം പതുക്കെ വലുതായി സൈഡിലോട്ട് പോകുന്ന ഒരു ആനിമേഷൻ നമുക്ക് കാണാം. ഈ കീ ഫ്രെയിമുകൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയും ഒക്കെ വെക്കാവുന്നതാണ്. നമുക്കിപ്പോൾ 3-ാമത്തെ സെക്കൻഡിൽ നമ്മൾ ഉണ്ടാക്കിയ കീ ഫ്രെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-ാമത്തെ സെക്കൻഡിലേക്ക് നീക്കി വയ്ക്കാം. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ കീ ഫ്രെയിം വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഒക്കെ നീക്കി വയ്ക്കാവുന്നതാണ്. അതനുസരിച്ചുള്ള വ്യത്യാസം നമുക്ക് ഈ മോണിറ്ററിൽ കാണാം. ഇതിന് മുകളിൽ നമുക്ക് എത്ര ലെയറുകൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതിനെ നമുക്ക് ലോഗോ എന്ന ഫ്രെയിം എടുത്ത് ഇതിന് മുകളിലത്തെ ലെയറിലിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം ഇഷ്ടാനുസരണം മാറ്റി ഏത് സെക്കൻഡിലാണോ ലോഗോ എന്ന ഫ്രെയിം വരേണ്ടത് ആ സെക്കൻഡിലേക്ക് ലോഗോയുടെ ഫ്രെയിം മാറ്റി വയ്ക്കാം. ഇപ്പോൾ ലോഗോ എന്ന ഫ്രെയിം നമുക്ക് പതുക്കെ തെളിഞ്ഞ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്രെയിമിൽ ഒപ്പാസിറ്റി 0 കുറച്ച് കഴിഞ്ഞിട്ട് ഒപ്പാസിറ്റി 100 കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ തെളിഞ്ഞ് വരുന്ന ഒരു ലോഗോയുടെ ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 3 ഉണ്ടാക്കിയിട്ട് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാവുന്നതാണ്.